പറയാ ഓരോ കട ഇടവിട്ട് ഇങ്ങനെ ബാറുകൾ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് പേര് അവിടെ വരുന്നത് വാങ്ങിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ വരുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെ നേരെ നമ്മൾ ബാഗ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബാഗ ബീച്ചിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അറിയാലോ ടൂറിസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോയാലും നമുക്ക് അവിടെ പേ പാർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ചെറിയ സ്ഥലത്ത് വെക്കുന്നതിന് പോലും നമ്മളവിടെ പേ ചെയ്യണം. അങ്ങനെ നമ്മൾ ബാഗ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാഗ ബീച്ചിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി മൊത്തം ബാഗ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് മൊത്തം അവിടെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക്, അതായത് കുറേ ഉള്ളിലേക്ക് പോകാനുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബാഗ ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നോക്കി ഞാൻ കുറേ നേരം നിന്നു. ഇതായിട്ട് സൺസെറ്റ് ഒന്നും വരാത്തതുകൊണ്ട് ഒന്നുകൂടി കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ പോയി. ഇവിടെ കൂടുതൽ ടൂറിസമാണ് ഇവർ കൂടുതൽ എൻകറേജ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ആ ബീച്ചൊക്കെ മൊത്തം മോഡിഫൈ, അതായത് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ത് രസമാണെന്ന് പറയാം. ശരിക്കും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതിന് മാത്രം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആ സമയത്ത്